ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഓണമൊക്കെ ഞടുത്ത് വന്നല്ലേ. ഓണസദ്യയിൽ ഒട്ടും തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് എരിശ്ശേരി അല്ലേ. അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ എരിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വൻപയർ കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ ഒഴിച്ചൊന്ന് കുതിർത്തിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി അടുത്തതായിട്ട് മത്തനാണ് കേട്ടോ. മത്തനും നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കണ്ടങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇവിടെ ഇത് മത്തൻ നല്ലതുപോലെ കുഴഞ്ഞ് ഈ എരിശ്ശേരിയിൽ പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അളവിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇനി ഞാൻ രണ്ടും കൂടി നമ്മുടെ പയറും മത്തനും കൂടി ഒരുമിച്ച് കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നമ്മുടെ ഈ പയറും ഈ മത്തനും ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അതാകുമ്പോഴത്തേക്കും ആ ഒരു പരുവത്തിന് വെള്ളമൊക്കെ വറ്റി എല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും. അപ്പം ഞാൻ ആ ഒരു ഇതിലാണ് നല്ലോണം മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഈ കുക്കറിൻ്റെ മൂടി അടച്ച് വെച്ച് നമുക്ക് 2-3 ഫിസിലടിക്കാം കേട്ടോ. പിന്നെ നിങ്ങളെ കുക്കറിൻ്റെ ഇതനുസരിച്ചിരിക്കും. എൻ്റെ കുക്കറിൽ ഒരു 3-4 ഫിസിലടിക്കേണ്ടി വരും. വേണ്ടോ ആ കൃത്യമായിട്ടുള്ള പരുവത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മത്തനൊക്കെ നന്നായി ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. പയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ ഇതാകുമ്പോഴത്തേക്കും നല്ല ആ ഒരു അളവിൽ തന്നെയാണ് ആ വെള്ളം വന്നത് കണ്ടോ. പയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള അരപ്പരയ്ക്കാം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്. നമ്മുടെ മത്തൻ്റെയും പയറിൻ്റെയൊക്കെ ആ ഒരു അളവിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ജീരകം, മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടല്ലോ. പിന്നെ 2 അല്ലി വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് വരാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെന്തിട്ടുള്ള ആ ഒരു കൂട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. കുക്കറിലാകുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ അരപ്പും കൂടി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിൽ ആ ഒരു അരപ്പും കൂടി ഒന്ന് കഴുകി കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ആ ഒരു അരപ്പിൻ്റെ പച്ച ചുവന്ന് മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അധികം തീയിട്ട് കൊടുക്കേണ്ട, ഒരു മീഡിയം ടൈമിൽ തീയിട്ട് കൊടുത്താൽ മതി കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു മത്തനക്ക് നന്നായി തന്നെ ഉടഞ്ഞ് കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലോട്ട് ചേർന്നോളും കേട്ടോ. ഇവിടെ ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കുന്നതിന് ഇഷ്ടം. പയറധികം വെന്ത് പോകുന്നതും ഇഷ്ടമില്ല, എന്നാൽ മത്തൻ കണ്ടായിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമ്മൾ എരിശ്ശേരിയിൽ ആ പയർ നന്നായി തന്നെ ഇങ്ങനെ തെളിഞ്ഞ് എന്ന് നിൽക്കും. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് വറുത്തൊഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്ന് പരിപ്പൊക്കെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലാവും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഇല്ലേ, കുറച്ച് തേങ്ങ, ആ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി നമുക്ക് ഈ എണ്ണയിൽ ഈ തേങ്ങ ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നമ്മുടെ തേങ്ങയ്ക്ക് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. കൈ എടുക്കാതെ അടി പിടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ നല്ല പരുവത്തിന് കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള ആ എരിശ്ശേരിയുടെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾന്ന ഓപ്ഷൻ കൂടി കിട്ടാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പിയുമായി കാണുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.